ഇറാഖിന്റെ എയർബേസിൽ ഇറാൻ ജനുവരിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ തലച്ചോറിന് ക്ഷതം സംഭവിച്ച സൈനികരുടെ എണ്ണം വർദ്ധിച്ചുവെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പരിക്കേറ്റവരുടെ എണ്ണം 109 ആയതായി പെന്റഗൺ ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുകയുണ്ടായി. ജനുവരി 3-ന് ജനറൽ ഖാസിം സുലൈമാനിയെ ഡ്രോൺ ഉപയോഗിച്ച് വധിച്ചതിന് പ്രതികാരമായിട്ടാണ് ഇറാഖിലെ അൽ ആസാദ് എയർബേസിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. മിസൈൽ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ല എന്ന പ്രസ്താവന ഒരാഴ്ചയ്ക്ക് ശേഷം പെന്റഗൺ തിരുത്തി. 11 പേർക്ക് തലച്ചോറിന് ക്ഷതം സംഭവിച്ചതായി ആദ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ജനുവരി 24-ന് പരിക്കേറ്റവരുടെ എണ്ണം 34 ആണെന്നും ജനുവരി 28-ന് സംഖ്യ 50 ഉയർന്നതായും വ്യക്തമാക്കിക്കൊണ്ട് പെന്റഗൺ തന്നെ രംഗത്തെത്തിയിരുന്നു. ജനുവരി 30-ന് 64 പേർക്ക് പരിക്കേറ്റതായി പെന്റഗൺ വെളിപ്പെടുത്തി. 109 പേർക്ക് പരിക്കേറ്റതായാണ് പെന്റഗൺ അവസാനം ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ പരിക്കേറ്റ സൈനികരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പിന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരിക്കേറ്റ 109 പേരിൽ 70 പേർ തിരികെ ജോലിയിൽ പ്രവേശിച്ചുവെന്നും 21 പേരെ കൂടുതൽ പരിശോധനയ്ക്കായി ജർമ്മനിയിലേക്ക് അയച്ചുവെന്ന് പെന്റഗൺ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ട്രംപ് സൈനികരുടെ സ്ഥിതിയെക്കുറിച്ച് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് ഡിഫൻസ് സെക്രട്ടറി മാർക്ക് എക്സ്പർ പറയുകയുണ്ടായി. വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം സർവീസിൽ തിരിച്ചെത്തുന്നതിന് സൈനികർക്ക് കഴിയട്ടെ എന്ന് എക്സ്പർ ആശംസിക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.